എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു 36 ഇഞ്ച് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇറക്കം വെച്ചിരിക്കുന്നത് ബാക്ക് ലെങ്ത്ത് 14 ഇഞ്ചാണ്. അപ്പോൾ 14ഉം 1 ഇഞ്ച് തയ്യത്തുമ്പും അങ്ങനെ 15 ഇഞ്ചാണ് നമ്മൾ ബാക്കിൽ വെക്കേണ്ടത്. ഫ്രണ്ടിൽ നമ്മൾ 1 ഇഞ്ച് കൂടുതൽ വയ്ക്കുക, കാരണം നമ്മൾ ഇതിൽ നിന്ന് തന്നെ ക്രോസ് പട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ വയ്ക്കുക. കഴുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൽ വന്നിട്ട് ഫ്രണ്ട് പട്ടിക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ 2.25 ഇഞ്ചാണ് കഴുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ 6 ഇഞ്ച്. ഇത് വന്നിട്ട് ഷോൾഡർ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ച് കുറയ്ക്കാം. അത് കൂടാതെ ചെസ്റ്റിൻ്റെ 6-ലൊരു ഭാഗം, ഇതിപ്പോൾ 36 ഇഞ്ചാണ്, 6-ലൊരു ഭാഗം വെച്ചാലും മതി. അപ്പോൾ ഇത് 6 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 ഇഞ്ച് തന്നെ നമുക്ക് ആം ഹോളും വയ്ക്കാം. പിന്നെ ചെസ്റ്റ് നമ്മൾ അളക്കുമ്പോൾ ചെസ്റ്റിൻ്റെ വണ്ണമുള്ള ഭാഗം അളക്കുക. അപ്പോൾ ബസ്റ്റ് റൗണ്ട് 36 ഇഞ്ച് ആണെങ്കിൽ ആ 36 ഇഞ്ച് കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 40. അതിൻ്റെ 4-ലൊരു ഭാഗം ഇവിടെ വയ്ക്കുക. 1/4 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് പട്ടിക്ക് കഴിച്ചിട്ട് 10 ഇഞ്ച് വയ്ക്കുക. അപ്പോൾ ഇവിടെ ടക്ക് പോകുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോവും, പിന്നെ നമുക്കൊരു 1/2 ഇഞ്ച് ഇവിടെ ലൂസ് കിട്ടും. അത്രയും നമുക്ക് ഉണ്ടെങ്കിലേ ഇത് ബ്ലൗസ് ഫിറ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ്, ഇത് നമുക്ക് ചെസ്റ്റിൻ്റെ 4-ലൊരു ഭാഗം 9 ഇഞ്ച്, അത് കൂടെ 1 ഇഞ്ച് ചേർക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യെത്തുമ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് അധികം വയ്ക്കുക. ഇതിപ്പോൾ കുറച്ചുകൂടെ അധികം വെച്ചിട്ടുണ്ട്, 10 ഇഞ്ച് വെച്ചിട്ടുണ്ട്. 10 ഇഞ്ച് വെച്ചാലും മതി. ശേഷം നമുക്ക് ഈ ടക്ക്, മെയിൻ ടക്ക് ഇതാണ്. ഈ ടക്കിൻ്റെ കറക്റ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് ബ്ലൗസ് കപ്പ് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഈ ടക്ക് കറക്റ്റായിരിക്കണം. അതുപോലെ ഷോൾഡർ ടു അണ്ടർ ബസ്റ്റിൻ്റെ അളവെടുക്കേണ്ടത് നമ്മൾ ചെസ്റ്റിൻ്റെ 3-ലൊരു ഭാഗം, അതായത് 36-ൻ്റെ 3-ലൊരു ഭാഗം 12 ഇഞ്ച്, അത് കൂടെ 1 ഇഞ്ച് ചേർക്കുക. ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, അങ്ങനെ 13 ഇഞ്ചിൽ ഇത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചുകൂടെ പെർഫെക്ഷൻ ആകണമെങ്കിൽ നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ കറക്റ്റ് ആളുടെ അളവെടുത്താൽ മതി. അല്ലെങ്കിൽ അളവില്ലെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഇനി ഈ ടക്കാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടക്ക്. അപ്പോൾ ഈ ടക്കിൻ്റെ ഇവിടെ നിന്നുള്ള ഇത് അകലം ഇത് കറക്റ്റായിട്ടില്ലെങ്കിൽ ഷോൾഡർ ഇതേപോലെ ഇറങ്ങിപ്പോവും. അതുപോലെ ഈ ടക്കിൻ്റെ നീളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്ലൗസ് മുകളിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഈ പോയിൻ്റ് കറക്റ്റായിരിക്കണം. അതുപോലെ ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം വന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ 10-ലൊരു ഭാഗം വെച്ചാൽ മതി. അപ്പോൾ ഇത് വന്നിട്ട് 36-ൻ്റെ 10-ലൊരു ഭാഗം 3.6 ഇഞ്ച് വരും. അത് കൂടെ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ടാണ് ഈ അകലം മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ടക്കിൻ്റെ വീതി എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആകെ ഇട്ടത് 10.25 ഇഞ്ച്. ഇവിടെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് 30 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ 4-ലൊരു ഭാഗം 7.5, ഇവിടുത്തെ 1/4 ഇഞ്ച്, അപ്പോൾ 7.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എത്ര അകലുണ്ട് നോക്കുക. ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം 2.5 ഇഞ്ച് വരുന്നുണ്ട്. ഈ 2.5 ഇഞ്ചിനെ 1.25 ഇഞ്ച് ഇങ്ങോട്ടും 1.25 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടക്കിൻ്റെ വീതി. ഇനി ഇവിടെ ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതുപോലെ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം.
വേസ്റ്റ് വന്ന് 30, അതിൻ്റെ 4 ഭാഗം 7.5, 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മതി. അപ്പോൾ ഇവിടെ മുകളിൽ 7.5 വയ്ക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 7 ഇഞ്ച് വെച്ചാൽ മതിയാവും. ഇതേപോലെ ക്രോസിലാണ് വരിക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ബാക്കിലത്തെ അപേക്ഷിച്ച് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് തന്നെ തയ്യത്തുമ്പ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.